ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ ഷാർജ സഫാരി സൂവിൽ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ പോയിരിക്കും, നേരത്തെ അല്ല, ആയിരിക്കും ഒരു 8:30-8:45 പോയത്. ഭയങ്കര വെയിലായിരുന്നു. ഈ വെയിലത്താണ് നമ്മൾ പോയത്. അപ്പോൾ എന്തായാലും സഫാരി സൂവിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അങ്ങനെ നമ്മൾ സഫാരി സൂവിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ കാലത്ത് നേരത്തെ ഇറങ്ങിക്കണം കേട്ടോ. നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മൾ തൊപ്പിയൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. പക്ഷേ മേടിക്കണമായിരുന്നു, കാരണം അത്രയും ചൂട് നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ സഫാരി സൂവിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മളിനി എൻട്രൻസിലേക്ക് പോകട്ടെ. പക്ഷേ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ആൾക്കാരൊന്നുമില്ല. കാരണം ചൂടായ കാരണം ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പോയി നോക്കി നോക്കാം, ആനിമൽസിനൊക്കെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അതായത് അതിൻ്റെ എൻട്രൻസ് ഭാഗമാണ് കേട്ടോ ഇത്. അങ്ങനെ നമുക്ക് ഓരോ വാച്ച് തരും, അതിലൊരു QR കോഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് എൻട്രി ചെയ്യുമ്പോഴും അവർ സെക്യൂരിറ്റി ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ആ QR കോഡ് അവർ സ്കാൻ ചെയ്തിട്ടാണ് എൻട്രി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും നമ്മളെ ടാഗ് കെട്ടിത്തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് ബേർഡ്സിൻ്റെ സെക്ഷനിലേക്കാണ്. നമുക്ക് നടന്ന് കാണാനുള്ളതാണ് കേട്ടോ. അവിടേക്ക് വണ്ടിയില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വലിയ വലിയ ആനിമൽസിനെ കാണാൻ പോണ സമയത്ത് നമുക്ക് ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും ആഫ്രിക്കൻ ബേർഡ്സുകളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഒത്തിരി ആഫ്രിക്കൻ ബേർഡ്സിന് ഇങ്ങനെ ചുറ്റുഭാഗം നെറ്റൊക്കെ കെട്ടിയിട്ട് സെക്യൂർ ആക്കി വെച്ചിരിക്കട്ടെ. കാരണം ഇവർ പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ഇങ്ങനെ പറന്ന് പോവില്ല പുറത്തേക്ക്. കാരണം ഫുൾ മേലയിലും സൈഡിലൊക്കെ ഫുള്ളായിട്ട് ആ ഒരു ഏരിയ മൊത്തം നെറ്റ് കവറിങ് ആണ് കേട്ടോ. അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നല്ലൊരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആക്കിയിട്ട് നല്ല തണുപ്പ് പോലെയൊക്കെ ആക്കിയിട്ട് ഒരുപാട് ആനിമൽസ് നമുക്ക് ബേർഡ്സിനെ അവിടെ കാണാം. നമുക്ക് ആഫ്രിക്കൻ ബേർഡ്സിനെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ആഫ്രിക്കയിലുള്ള കുറേ ബേർഡ്സുകളുടെ ഫോട്ടോസും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ബേർഡ്സിനെ പോലെ തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കുന്നതേ ഒരു നമ്മുടെ നാട്ടിലെ ഡക്കാണെങ്കിലും അതുപോലെ തന്നെ പൊന്മാൻ അങ്ങനെയുള്ള അരയന്നങ്ങൾ അതുപോലെ തന്നെ മൈനകളൊക്കെ ഇല്ല. അതുപോലെ അവരുടെ ആഫ്രിക്കയിലുള്ള ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ആനിമൽസാണ് കൂടുതൽ. കാരണം ഇപ്പം നമ്മളെ UAE ഇപ്പോൾ ചൂടാണല്ലോ. അപ്പോൾ ചൂടിനൊക്കെ അതിജീവിക്കാൻ പറ്റിയുള്ള ബേർഡ്സുകളാണ് കൂടുതലുള്ളത്. കൂടുതൽ ആഫ്രിക്കൻ ബേർഡ്സുകളാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ബേർഡ്സുകൾ ഏതൊക്കെയാണ് എല്ലാ സെക്ഷനിലും ഇതേപോലെ ഇങ്ങനെ അവരുടെ ഫോട്ടോസും എല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നല്ല തണുപ്പ് കൂളിംഗ് സിസ്റ്റം ആയിരിക്കും. കാരണം നല്ല വെള്ളച്ചാട്ടവും അതുപോലെ നല്ല വെള്ളം ഒക്കെ ഉള്ള കാരണം പച്ചപ്പൊക്കെ ഉള്ള കാരണം അവർക്ക് അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈ മരങ്ങളിലൊക്കെ ചെറിയ ചെറിയ കൂടുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഇതേപോലെ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ ഫ്ലമിംഗോ ആണ് കേട്ടോ അത്. അതും ഇതേപോലെ അവരുടേതായ നിങ്ങൾക്ക് കാണാം, മേലൊക്കെ നെറ്റ് കാണാം. കാരണം അവർ പറന്ന് പോകാതിരിക്കാൻ വേണ്ടി ഫുൾ നെറ്റ് കവറിങ് ആണ്. പക്ഷെ അവർക്ക് സുഖമായിട്ട് ഒരു കോമ്പൗണ്ട് നന്നായിട്ട് പറന്ന് കിടക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ. ഇതൊരു മൈന ലുക്ക് ഉണ്ടെങ്കിലും നമ്മളിത് നല്ല നീല കളറാട്ടോ. നമ്മുടെ നാട്ടിലെ പൊന്മാനൊക്കെ അല്ലേ, നീല പൊന്മാൻ, ആ ഒരു അങ്ങനെ തോന്നുന്ന ഒരു ബേർഡാണ്. അവിടെ ഇതേപോലെ ഈ കാണുന്നത് നമ്മൾ ഈ ബേർഡിനെ കണ്ടു തോന്നുന്നുണ്ട് എനിക്ക്. അവർ നീല കളറുള്ള ബേർഡിനെ അവിടെ കണ്ടിരിക്കണം. പിന്നെ അവർ എങ്ങനെയാണ് കൂട് കൂട്ടുന്നത്, അവരെന്തൊക്കെ ഉപയോഗിച്ചാണ് അവരുടെ നെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ അവരുടെ എഗ് ഷെൽസുകൾ അതൊക്കെ നമുക്ക് കാണാം. അതുപോലെ അവർ ഉണ്ടാക്കുന്ന കൂടുകൾ, അവിടുത്തെ ബേർഡ്സുകൾ, അങ്ങനെയൊക്കെ ഒരു മ്യൂസിയം പോലെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊക്കെ പോയി കാണാം. മൂങ്ങകൾ അല്ല, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക സ്കെൽറ്റൻസുകൾ അങ്ങനെയൊക്കെ കാണാം കേട്ടോ. ഇത് നമ്മൾ ലൈവായിട്ട് കണ്ട സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിങ്ങനെ ഇരിക്കേണ്ടത്. പക്ഷെ നമ്മൾ മേലിക്കൊന്നും ചാടില്ല അവർ പറയാം. നമ്മൾ കൂടുതൽ ഗൈഡ് ഉണ്ട്, നമ്മളൊന്നും ചെയ്യില്ല. നമ്മളിങ്ങനെ സൈഡ് മാറിപ്പോയെന്നെങ്കിലും നമുക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സിംഹാലം കുരങ്ങിൻ്റെ ഒരു ലുക്ക് പോലെ അങ്ങനെ ഒരു സംഭവമായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും ചെയ്തില്ല അവർ കേട്ടോ. നമ്മളിപ്പം ഗൈഡ് ഉള്ള കാരണം നമ്മളൊന്നും ചെയ്തൊന്നുമില്ല. നമ്മളിങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത് അവർ പറഞ്ഞു കേട്ടോ. ഒച്ച ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത് പറഞ്ഞിട്ട് നമ്മൾ സുഖമായിട്ട് അങ്ങനെ പോവുക ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് ആമകളെ കാണാനാണ് കേട്ടോ. ടോർട്ടോയ്സ് അത് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഭയങ്കര യമണ്ടൻ ടോർട്ടോയ്സുകളാണ് കേട്ടോ. വലുതായിരിക്കും. നമ്മൾ അകലെയാണ് കണ്ടത്. കാരണം അവർ ഈ ചൂടായ കാരണം അടുത്തേക്ക് അങ്ങനെ വന്നില്ല. അവർ തണൽ നോക്കി നിൽക്കുമായിരുന്നു കണ്ടോ. അതിൻ്റെ മേലൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് ആ തണലിൽ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കിടക്കട്ടെ. പുറത്തേക്ക് തീരെ വരുന്നുണ്ടായിരുന്നില്ല. ചൂടായ കാരണം മിക്ക ആനിമൽസും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു തണൽ എവിടെയാണോ അവിടെ അത്രയും ദൂരത്തിലായിരുന്നു അവർ പോയി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പോയ ടൈം ശരിയായില്ല. ഈ സമയത്ത് പോകരുതായിരുന്നു. പോകുന്നവരൊക്കെ ആണെങ്കിൽ നല്ല കുറേ ബേർഡ്സിനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വൈൽഡ് ആനിമൽസിനെ കാണാൻ പോകട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിയുണ്ട്. ആ വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് മതി.
ഇവിടെ നമുക്ക് വണ്ടി ഉണ്ട്. 11:10 നമുക്ക് വണ്ടി. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. കുറേ കണ്ടു കേട്ടോ. അപ്പോൾ കാണാം. ഇനി നമ്മൾ പോകുന്നത് വണ്ടിയിലാണ് കേട്ടോ. അതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് രസകരമായൊരു കാര്യം. കാരണം ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ചൂടായ കാരണം ആൾക്കാർ തീരെ ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കൂടെ ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്തിരുന്നു കേട്ടോ. നമുക്ക് ഏതൊക്കെയാണ് ആനിമൽസ് എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു ഗൈഡും നമ്മളൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് കുറേ ആനിമൽസിനെ കണ്ടു. എനിക്കിപ്പോൾ പേരൊന്നും ഓർമ്മയില്ല കേട്ടോ, കാരണം ആഫ്രിക്കൻ ആനിമൽസ് ആയ കാരണം ചിലതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഓസ്ട്രിച്ചിനെ കണ്ടു. അത് ഇതേപോലെ ഇങ്ങനെ കമ്പി വേലിക്ക് കെട്ടിയിട്ട്, കാരണം അവർ പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇതേപോലെ ഒരു ഗേറ്റും ഉണ്ടായിരുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗേറ്റ് സെൻസർ വെച്ചിട്ട് ഇങ്ങനെ തുറക്കുക ചെയ്യാം. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് ആനേനെ കണ്ടു കേട്ടോ, ആഫ്രിക്കൻ എലിഫൻറ്റിനെ കണ്ടു. അതിങ്ങനെ കുളിക്കണ ഭാഗമൊക്കെ കണ്ടു കേട്ടോ. അയ്യോ, നമുക്ക് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര പേടിയൊന്നുമല്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും പേടിയോ. നമ്മൾ അടുത്തേക്ക് വരുന്ന ആ സംഭവം നമ്മൾ അടുത്തേക്ക് വരികയായിരുന്നു കേട്ടോ. പക്ഷേ അടുത്തേക്കൊന്നും വരില്ല, കാരണം നമ്മൾ കുറച്ച് അകലെയാണ് കുറച്ചല്ല ഒരു ഇത്തിരി അകലെ നിൽക്കണം. പക്ഷേ അടുത്തേക്ക് വരാറായപ്പോഴേക്കും നമ്മൾ പോയി കേട്ടോ. കാരണം അതിട്ട് വെള്ളം തെറിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ആനേനെ നമ്മൾ കണ്ടു, ആഫ്രിക്കൻ എലിഫൻറ്റ്സ് കണ്ടു. അവിടെ ഒരു 4-5 ആനകളും, 4-5 കേട്ടോ, ഒരു 8-10 ആനകളുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് പേരിക്ക് മാനിൻ്റെ ഒരു അറേബ്യൻ ഒറിക്സ് ആണ്, സംതിങ് എന്തോ ആനിമൽസ് ആണ്. ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് നമ്മൾ അടുത്താണ് കാണട്ടോ. അവിടെ ഞാൻ കൂടുതൽ കണ്ട ആനിമൽസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുകളാണ് കേട്ടോ. ഒത്തിരി മാനുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മുന്നിൽ കൂടെ ഒക്കെ പാസ് ചെയ്യും, നമ്മൾ അടുത്തൊക്കെ വന്നു, പക്ഷെ നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ. അത്രയും ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ആഫ്രിക്കയിലുള്ള ആനിമൽസുകളും കാര്യങ്ങളൊക്കെയാണ്. കാരണം മാനുകളാണ് കൂടുതലായിട്ട് അവിടെ കണ്ട ആനിമൽസ്. പിന്നെ ഇതേപോലെ ഷെഡ് കെട്ടിട്ടിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെള്ളം സ്പ്രിംഗ്ലർ പോലെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് ആ തണുപ്പ് ഇങ്ങനെ അങ്ങനെ ഒരു സ്പ്രിംഗ്ലർ അടിക്കുമ്പോൾ ആ ഷീറ്റിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യും. അപ്പോൾ അവരൊക്കെ അതിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുക കേട്ടോ, ചൂട് കാരണം. പിന്നെ അവർക്ക് കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ പേര് ഈ തണലത്താണ് പോയി നിൽക്കുന്നത്. ചൂടാണ് മെയിൻ, ചൂടായ കാരണം അവരിങ്ങനെ കൂടുതലും അങ്ങനെ വന്നേ ഉണ്ടാവില്ല. പിന്നെ ഇത് സീബ്രനെ കണ്ടിരുന്നു. സീബ്രനൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാട്ടോ. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥ പോലെ ഒരു കാട് പോലെ സെറ്റ് ചെയ്ത് അങ്ങനെ ചിരിക്കുകയാണ് അവർ കേട്ടോ. സൗകര്യമായിട്ട് നടക്കാം. കാരണം ഇവിടെ മറ്റുള്ള ആനിമൽസ് ഒന്നുമില്ല. കാരണം അവരിനെ ഈ സിംഹം അങ്ങനെയുള്ള ക്രൂരമാരായ ആനിമൽസ് ഒന്നുമില്ല, അതൊക്കെ വേറെ സെക്ഷനിലാണ്. അപ്പോൾ അവർക്ക് ഇവിടെ സുഖമായിട്ട് നടക്കാമല്ലോ. അതുപോലെ പശുക്കൾ, പോത്ത്, കാട്ടുപോത്തൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളെന്താ പറയുക, കഴുതകൾ, അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഇന്ത്യൻ ആനിമൽസിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായിരിക്കും ആഫ്രിക്കൻ ആനിമൽസിൻ്റെ കുറച്ച് രൂപം ഭാവങ്ങളൊക്കെ. എന്തായാലും നമ്മൾ ഇത്ര അടുത്ത് ഇങ്ങനെ അവരിങ്ങനെ അടുത്ത് കാണാം. പക്ഷെ നമ്മൾ ഓപ്പണായിട്ട് നമ്മൾ വണ്ടിയെ പോയിക്കുന്നത്. കാരണം ഇവരൊന്നും നമ്മളെ അങ്ങനെ ഉപദ്രവിക്കില്ലല്ലോ, അതുകൊണ്ട് ഓപ്പണായിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മൾ പോയത് കേട്ടോ. പിന്നെ മുതലകളെ കാണാം കുളത്തിൽ, വലിയ മുതലകൾ, ചീങ്കണ്ണികൾ, അങ്ങനെയൊക്കെ കാണാം കേട്ടോ. മുതലകളൊന്നും അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ഒരു 4-5 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മുതലകളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അവരിങ്ങനെ ആ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ എഡിറ്റ് ചെയ്ത് അത്രയും കുറച്ചാക്കിയതാണ്. കാരണം കുറേ ആനിമൽസ് കണ്ട് നമ്മൾ മുന്നിൽ കൂടെ തന്നെ കുറേ ആനിമൽസ് ഇങ്ങനെ ഓടിപ്പോവും. നമ്മളിങ്ങനെ കാടുകളിലൊക്കെ അല്ലേ കണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ. ആനിമൽസ് നമ്മളൊന്നും ചെയ്യില്ല. അങ്ങനെ ലൈവായിട്ട് കാണാം. നമ്മളുടെ വണ്ടിയാണെങ്കിലും ലൈവാണ്. കാരണം ഇതിലൊന്നും ഉപദ്രവിക്കുന്ന ആനിമൽസ് അപ്പോൾ അതുകൊണ്ട് പ്രശ്നം കാര്യങ്ങളൊന്നും നമുക്ക് സുഖമായിട്ട് കാണാം. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അറേബ്യൻ ഒറിക്സിൻ്റെ പിന്നെ UAE 2-3 ആനിമൽസ്. അറേബ്യൻ ഒറിക്സ് ഒക്കെ UAE ആനിമൽസാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ള ആനിമൽസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ തണൽ നോക്കിയിട്ട് തണലത്ത് ഇങ്ങനെ സുഖമായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അതുപോലെ ഈ ആനിമൽസിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തുകൂടിയില്ല. എന്താവരും ഇങ്ങനെ പറയുന്നുണ്ട്, അവർ അനൗൺസ്മെൻറ്റിൽ ആ പേരും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയും കേട്ടോ. പക്ഷെ നമുക്കത് എന്താണെന്നറിയില്ല, സത്യം പറഞ്ഞാൽ എന്താണെന്നില്ല. പിന്നെ ഇത് നമ്മുടെ റൈനോസറസ്, ഏറ്റവും പാവം പിടിച്ച മൃഗം എന്ന് പറയില്ലേ, അതാണ്. അതിനെ കണ്ടാൽ തന്നെ കണ്ടു തോന്നും. ഭയങ്കര പാവമാണ്, ഭയങ്കര സൈസാണ് കേട്ടോ. നല്ല സൈസിന് 10-250 കിലോ ഉണ്ടായിരിക്കും തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെ തണലത്ത് ഇങ്ങനെ സുഖമായിട്ട് കിടക്കുകയാണ്. ഒരു 2 പെയേഴ്സായിട്ട് അവർ അപ്പുറത്ത് 2 പേര് അപ്പുറത്തെ മരത്തിൻ്റെ ചോട്ടിലും 2 പേര് ഇപ്പുറത്തെ മരത്തിൻ്റെ ചോട്ടിലും അങ്ങനെ പെയേഴ്സായിട്ട് അവിടെ കിടക്കുകയാണ്. ഒരു പാവ ആനിമൽസായിട്ട്. പിന്നെ നമ്മൾ കണ്ടത് ഇത് നമ്മുടെ ലയണാണ് കേട്ടോ. പക്ഷേ അത് അതിൻ്റെ കേവ് നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടില്ല. അവിടെ സൈഡിൽ കാണാം
പക്ഷെ അവർ ചാടൊന്നുമില്ല കേട്ടോ, കാരണം ചാടാനുള്ള ഹൈറ്റിൽ ഇങ്ങോട്ട് അവർ വീണ്ടും ഒരു മതിൽ പോലെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചു. കാരണം അത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ വേറെ ലയണൊന്നും കണ്ടിട്ടില്ല, ആ ഒരൊറ്റ നമ്മൾ കണ്ടിട്ടുള്ളൂ. കാരണം ചൂടായ കാരണം അവർ പുറത്തിറങ്ങണില്ല അവനു. പിന്നെ നമ്മൾ കണ്ട് ജിറാഫുകളെയാണ് കേട്ടോ. ജിറാഫുകളെ ഇതേപോലെ നമുക്ക് ലൈവായിട്ട് കാണാം. ഇതേപോലെ മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ട്, ഞാൻ പറയില്ലേ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മേലെ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രിംഗ്ലർ ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ ആ ഒരു എ സിന്നൊരു ഒരു വാട്ടർ വേപ്പർ പോലെ ഇങ്ങനെ സംഭവം വരും. അപ്പോൾ അങ്ങനെ തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി അവർ അതിൻ്റെ ചോട്ടിൽ തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇവരിങ്ങനെ നടക്കാറുണ്ട് അത്ര. ഇപ്പോൾ ഈ തണുപ്പായ കാരണം, ചൂടായ കാരണം അവരിതിൻ്റെ ആ നെറ്റിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ആനിമൽസിനും നമ്മൾ ഏകദേശം കണ്ടു. കുറേ ആനിമൽസിനെ കണ്ടു കേട്ടോ. കുറേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കുറേ പോയി തോന്നുന്നുണ്ട് എനിക്ക്. 2 മണിക്കൂർ ഉണ്ടായിരുന്നു. 11 മണി തൊട്ടിട്ട് 1 മണി വരെ നമ്മൾ ഈ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ. ചൂടെടുത്ത് വയ്യാതെയായി ആകെ. ഇനി എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളിനി പോവുകയാണ്, എക്സിറ്റാണ്. അപ്പോൾ എനിക്കോട് വൈൽഡ് ആനിമൽസ് നമ്മൾ ഈ സിംഹത്തിന് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. വേറെ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇത്ര അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അവരിപ്പോൾ ചൂടായ കാരണം ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങണില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ബാക്കി ഇങ്ങനെ മെയിൻ നടക്കുന്ന മൃഗങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം കണ്ടു. പക്ഷെ നമ്മൾ പോയ ടൈം ശരിയായില്ല. ഈ ചൂടത്ത് പോകരുത് കേട്ടോ ഒരിക്കലും. പോകുന്നവരൊക്കെ ആണെങ്കിൽ തണുപ്പ് സമയത്തൊക്കെ പോകുക. അപ്പോൾ ഒത്തിരി ആനിമൽസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കുറേ മൃഗങ്ങളെ കാണാം. ഈ ഗുഹകളിലൊക്കെ ഇരിക്കുന്ന ചീറ്റ അങ്ങനെയുള്ള സംഭവം. ചീറ്റ ഇല്ല എന്ന് പറഞ്ഞു അവരവിടെ. ചീറ്റ കാരണം ഇപ്പോൾ ഓപ്പൺ സൂല് ഇപ്പോൾ ചീറ്റ അല്ല അവിടെ അല്ലാത്ര. അത് മറ്റേ നമ്മൾ കൂട്ടിൻ്റെ ഉള്ളിലിട്ടിട്ടുള്ള ഗുഹകളില്ലേ, അങ്ങനെയുള്ള സൂലില്ലേ അതിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ തണുപ്പ് സമയത്ത് മാക്സിമം പോവാട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈ സിംഹമൊക്കെ പുറത്തിറങ്ങി വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എക്സിറ്റ് നമ്മളിനി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആകെ തീരെ വയ്യാതായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ചെറിയൊരു കഫേ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഒരു ചെറിയൊരു പാക്കറ്റ് കോള കുടിച്ചു. ചെറിയൊരു ബോട്ടിൽ കോള കുടിച്ചു. അങ്ങനെ നമ്മളിനി നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. കാരണം നമ്മൾ എൻട്രൻസിൻ്റെ അവിടേക്ക് നമുക്ക് നടന്നു പോകണം. നമ്മൾ ഇത്രയും ദൂരം അവിടെ നടന്നിട്ട് ഇങ്ങോട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ നിന്ന് നടന്നു പോകാൻ ഭയങ്കര വെയിലാണ്. അപ്പോൾ അവർ വണ്ടി പ്രൊവൈഡ് ചെയ്തു നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സിറ്റ്, നമ്മളെ എൻട്രൻസ്, നമ്മളെ ടിക്കറ്റ് എടുത്ത ഭാഗമുണ്ടല്ലോ അവിടെ വരയ്ക്ക് നമുക്ക് വണ്ടിക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വണ്ടി വന്നു. നമ്മൾ ആ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എക്സിറ്റായി. അവിടെ ചെറിയൊരു എന്താ പറയുക ഷോപ്പുണ്ട്. നമ്മളെ ആനിമൽസിൻ്റെ ഒക്കെ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ബൊമ്മകൾ, സൂവിൻ്റെ ഒക്കെ ബൊമ്മകളാണ് സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ മേടിക്കാം. അതൊന്നും മേടിച്ചില്ല കേട്ടോ, നല്ല വില ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളതൊന്നും മേടിച്ചില്ല. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ AC ആണ്. പക്ഷെ പുറത്തിറങ്ങിയാൽ ഭയങ്കര ചൂടാണല്ലോ. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നമ്മൾ ഈ നേരെ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നേകാലൊക്കെ ഉണ്ടാവും കേട്ടോ. 1 മണി വരെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. 1:15 ആയിരിക്കണം. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇന്ന് എങ്ങോട്ടും പോകണില്ല, ചെന്ന് കിടക്കുക, ഉറങ്ങുക. കാരണം അത്രയും ടയർഡായിരിക്കണം എല്ലാവരും കേട്ടോ. ആകെ ചൂടും വേർപ്പും ക്ഷീണവും വയ്യാതെ ഇരിക്കണം. അപ്പോൾ നമ്മളിനി എന്തായാലും നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഷാർജയിൽ തന്നെ മെഗാമോളിൻ്റെ അടുത്ത് ഒരു കീർത്തി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ഉണ്ണിയേട്ടൻ പറഞ്ഞാൽ അവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്, നല്ല സൂപ്പർ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്കാണ് പോകുന്നത്. കീർത്തി റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും വെറൈറ്റി നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തുന്നത് എപ്പോഴും ബിരിയാണിയുടെ മുകളിലായിരിക്കുമല്ലോ. എന്തൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിലും അവസാനം നമ്മൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും ബിരിയാണി ആയിരിക്കും ഓർഡർ ചെയ്യുക. അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. നമ്മൾ 4 പേരും കഴിച്ചു. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ ഒരു സഫാരി യാത്ര. അങ്ങനെ നമ്മൾ സഫാരി സൂല് പോയ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വൈൻഡിങ് പാർട്ടും കാര്യങ്ങളൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. വന്ന് അങ്ങനെ കിടന്നിട്ട് ഉറങ്ങി. അത് കാരണം അത്രയും ടയേർഡായിരുന്നു. നല്ല ചൂടായിരുന്നു പുറത്ത്. നമ്മൾ കുറച്ച് ദൂരമൊക്കെ ആ ബേർഡ്സും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നടന്നിട്ടാണ് കണ്ടത്. അതിനുശേഷം നമുക്ക് ഉള്ളിലേക്കുള്ളായിരുന്നു, നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു, നമ്മൾ അതെടുത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും വൈകിട്ട് അത്രയും ക്ഷീണമായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വൈൻഡിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്ന ഉടനെ എല്ലാവരും കിടന്നുറങ്ങൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ അമ്പലത്തിൽ പോയ വീഡിയോസും ഹെയർ കട്ടിങ് വീഡിയോസൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹെയർ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഓക്കെ ആയിട്ട് പോകണ്ടും ഹെയർ ലോസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നന്നായിട്ട് കെയർ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും 2-3 വീഡിയോസൊക്കെ ഇനിയും വരാനിരിക്കുന്നുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത കാരണം അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.